ഹലോ ആർസണൽ ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ. ഇപ്പൊ നമുക്ക് ഇന്ന് കണ്ടല്ലോ, നമ്മൾ ഇന്ന് ഒരു വെർച്വൽ കോൺവെർസേഷൻ അല്ല, ഇന്ന് നേർക്ക് നേരാണ് അല്ലെ ബ്രോ. ഫോർ ദ ഫസ്റ്റ് ടൈം ഞങ്ങള് ഒരു റിയൽ ടൈം കോൺവെർസേഷനിലായിട്ട് വന്നിരിക്കുകയാണ്. ഓഫ്കോഴ്സ് നമുക്കറിയാം, ഈ കമ്മിങ് ട്യൂസ്ഡേ ദ ബിഗ്ഗസ്റ്റ് ക്ലാഷ് അല്ലെ, കഴിഞ്ഞ ഒരു 15 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്ലാഷ്, ആർസണൽ വേഴ്സസ് PSG UEFA ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ് നടക്കാൻ പോവാണ് അറ്റ് ദി എമിറേറ്റ്സ്. എന്താ പറയാ, എന്താണ് പറയാനുള്ളത് ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ കുറിച്ചും പിന്നെ മാച്ചിനെ കുറിച്ച് സംസാരിക്കാം. കുറെ നാൾക്ക് ശേഷം നമ്മള് UK പോലും ഷെഫീൽഡാണ് ഒരാള് റെഡിങ്ങിലാണ്. അപ്പം മീറ്റപ്പ് ഒക്കെ ഭയങ്കര പാടാണ്. വർക്ക് കൾച്ചറും വർക്ക് ലൈഫും ഒക്കെ നോക്കി വെച്ച് നോക്കും. കുറെ നാൾക്ക് ശേഷം നമ്മൾ കൂടണം എന്ന് വിചാരിച്ച് ഇപ്പൊ തന്നെ കൂടി. ബെസ്റ്റ് ടൈം സെമി ഫൈനൽ ടൈമിലാണ് കൂടിയേക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പിൽ നിന്നിട്ട് നമുക്കത് തന്നല്ലോ. ലൈക്ക് ക്രിസ്റ്റൽ പാലസ് ആ ഗെയിമിൽ 2-2 തന്നപ്പോഴത്തേക്കും ബാക്ക് ടു റിയാലിറ്റി. സോ അതൊരു നല്ല കാര്യമല്ലേ. റിയാലിറ്റി ചെക്ക് വന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് തന്നെ പറയാം. പക്ഷെ എന്തായാലും നമുക്ക് ആ ഒരു മാച്ചിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. ലൈക് ക്രിസ്റ്റൽ പാലസ് ആ പ്രീമിയർ ലീഗ് ഈസ് ഔട്ട് ഓഫ് ദി ഇക്വേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ലിവർപൂളിന് ഇനി ഒരു പോയിന്റ് മതി. ആൻഡ് അത് എനിക്ക് തോന്നുന്നു സ്പേഴ്സ് ആയിട്ടുള്ള മാച്ചിൽ അവർ ദിസ് ലീഗ്. സോ കൺഗ്രാറ്റ്സ് ടു ലിവർപൂൾ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമുക്ക് ഇനി ചാമ്പ്യൻസ് ലീഗിന്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഗ് അഗൈൻസ്റ്റ് PSG. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ PSG ആയിട്ട് ഒരിക്കലും നമ്മൾ മത്സരിച്ചതാണ്. ആൻഡ് വി വൺ 2-0 അറ്റ് ദി എമിറേറ്റ്സ് ആസ് വെൽ. അതിന്റെ ഒരു റെപ്പിറ്റേഷൻ ഇനി കാണുന്നുണ്ടോ? റെപ്പിറ്റേഷൻ കാണില്ല. കാരണം ആ PSG അല്ല ഇപ്പൊ PSG കളിക്കുന്നത്. ആ കളിയിൽ നോക്കിക്കഴിഞ്ഞാൽ PSG വാസ് എന്താ, അവർക്കൊരു കോർഡിനേഷൻ ഇല്ലാത്തൊരു PSG ആയിട്ടായിരുന്നു തോന്നിയത്. എവിടേക്കോ കുറെ മിസ്സിങ്സ് ഉണ്ടായി. അപ്പോഴും അവരുടെ വിങ്സ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ആ കളിയിൽ. നമ്മുടെ ഒരു ഗെയിമിൽ വെച്ച് നോക്കുമ്പോൾ അവർ വിങ്സ് യൂട്ടിലൈസ് ചെയ്തായിരുന്നു പല സിറ്റുവേഷനുകളിൽ. പക്ഷെ അത് ഇപ്പോഴത്തെ PSG നോക്കിക്കഴിഞ്ഞാൽ അത് ഫാർ ബെറ്റർ ആയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മിഡ്ഫീൽഡ് ഫാർ ബെറ്റർ ആയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ആണെങ്കിലും കമ്പയർ ടു ആർസണൽ കോർഡിനേറ്റഡ് ആണ് അവരുടെ. നമ്മൾ യൂട്ടിലൈസ് മീൻസ് അവരിപ്പോ PSG ഫാൻസ് ഇപ്പം നമ്മൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ കുറെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ടെങ്കിലും റേറ്റ് ഓഫ് മിസ്സിങ് അവർക്ക് കുറവാണ്, നമുക്ക് കൂടുതലാണ്. ഓൺലി അഡ്വാൻറ്റേജ് അല്ല, ഒരു ബാലൻസിങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൺസീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൺസീഡ് ചെയ്യുന്ന അത്ര നമ്മൾ കൺസീഡ് ചെയ്യുന്നില്ല. റേറ്റ് ഓഫ് കൺസീഡിങ് കൂടുതലാണ് അവർക്ക്. ആൻഡ് അവരുടെ അവരുടെ ലാലിഗ ഗെയിമിലും അവര് കഴിഞ്ഞ ദിവസം ലോസ് ആയിരുന്നു 3-1 ഫ്രഞ്ച് ലീഗില് ഫസ്റ്റ് ലോസ് ആയിരുന്നു. അവർ ആക്ച്വലി ഒരു ഇൻവിൻസിബിൾ സീസൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നീഷായിട്ട് ഒരു 3-1 അത് രണ്ട് രീതിയിലാവാം. ഒന്നെങ്കിൽ അത് അവർക്ക് ബാക്ക് ഫയർ ആവാം, അല്ലെങ്കിൽ അത് ഡബിൾ മോട്ടിവേറ്റഡ് ആയിട്ട് അവർ തിരിച്ചു വരും. അവർക്കൊരു ചിലപ്പോൾ റിയാലിറ്റി ചെക്ക് തന്നെ വന്നിട്ടുണ്ടാവും. സോ ദേ വിൽ ഓൾസോ ബി അതായത് ഓക്കെ, നമുക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്നുള്ള ഒരു മോട്ടീവിലായിരിക്കും. ഓഫ്കോഴ്സ് ആർസണലിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമ്മളന്ന് റയലിന്റെ സെക്കൻഡ് ലെഗ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഓൾദോ ഇറ്റ് വാസ് ഓൾ ഗുഡ് ആൻഡ് പോസിറ്റീവ്, നമ്മുടെ മേജർ കോഗ് എന്ന് പറയുന്ന തോമസ് പാർട്ടെ ഫസ്റ്റ് ലെഗ് കളിക്കുന്നില്ല. ഒരു സ്റ്റുപ്പിഡ് യെല്ലോ കാർഡ് വാങ്ങിച്ച് അന്ന് ഈ ഒരു മത്സരം മിസ് ചെയ്യുകയുണ്ടായി. അപ്പം അതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? അതായത് ഇനിയിപ്പം മെറീനോ അതായത് എന്താണ് മെറീനോയുടെ ഇഞ്ചറിയുടെ കേസ് നമുക്ക് അറിയില്ലല്ലോ ഉണ്ടാവോ ഇല്ലയോ. അതെ, അത് വിച്ച് ഇസ് ബാക്ക് ഫെയറിംഗ് മോർ ആൻഡ് മോർ. നമുക്ക് ജോർജിനോ ഓൾറെഡി ഇഞ്ചേർഡ് ആയിരുന്നു. അപ്പം പക്ഷെ ഫസ്റ്റ് ലെഗാന്ന് പറഞ്ഞ് ഓക്കെ മെറീനോ എങ്കിലും നമുക്ക് അവിടെ ഇത് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ മെറീനോയുടെ കേസ് നമുക്ക് ഉറപ്പില്ലാത്തടത്തോളം കാലം പിന്നെ അത് പ്രശ്നമായി. അതിന്റെ മേളില് ജോർജിനോയുടെ ഇഞ്ചറി നമുക്ക് ഷുവർട്ടി ഇല്ല, വരുന്നുണ്ടോ ഇല്ലയോ. ഇപ്പോഴും കൺഫർമേഷൻ പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിട്ടില്ല. സോ അത് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് എ ഹ്യൂജ് ലോസ് ഇൻ എവറി കേസ്. അതൊരിപ്പം ആ ഇഡിയോട്ടിസത്തിന്റെ ലെവല് കൂടി വന്നുകൊണ്ടിരിക്കുക. നമ്മളത് നോക്കുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത്രയും മണ്ടത്തരം വേണമായിരുന്നോ എന്ന് തോന്നുന്നു. അതാണ് മെയിൻ പ്രശ്നം ആ കാര്യത്തിൽ. അതൊരു ഭയങ്കര നമ്മളെ തോമസ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കീ പ്ലെയർ ഈ സീസൺ എസ്പെഷ്യലി നമ്മൾ കാണാത്ത ഒരു ഇഞ്ചറി, ടച്ച് വുഡ് ഇഞ്ചറി ഫ്രീ ആയിട്ടുള്ള ഒരു തോമസ് പാർട്ടിനെ കിട്ടിയിട്ടും ഇങ്ങനെ ഒരു സ്റ്റുപ്പിഡ് റിയാക്ഷൻ അതിൽ നിന്ന് വന്നതിൽ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം ഇനോ എന്ത് ക്വാളിറ്റിയാണ് എന്നുള്ളത് നമുക്ക് അറിയാം.
ഈ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഇമോഷൻ എന്താണ് ബ്രോയ്ക്ക് ഫീൽ ചെയ്യുന്ന? ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണോ, അതൊരു ഭയമുണ്ടോ? ഇപ്പൊ എനിക്കറിയാം റയലിന്റെ മാച്ചിലേക്ക് പോകുന്ന ആ ഒരു ടെൻഷൻ ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ ആ ടെൻഷൻ അല്ലെങ്കിൽ പോലും എന്താ ആ ഒക്കേഷൻ ഭയങ്കര ടെൻഷനാണ്. റയൽ എന്നൊരു ടീം അല്ല ഇവിടെ ഉള്ളത്, സെമി ഫൈനൽ എന്നൊരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. സോ ടെൻഷൻ ഈസ് സെയിം, ഡിഫറെന്റ് സിനാരിയോ മാത്രമേ ഉള്ളൂ. ടീം വേറെ ആണെങ്കിലും യു ഹാവ് ടെൻഷൻ. ആ സമയത്ത് റയലിൽ കളിച്ചപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഓൾ പ്ലേയേഴ്സ്, നമ്മൾ എക്സ്പെക്ടഡ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ എക്സ്പെക്ടഡ് പ്ലേയേഴ്സ് ഇല്ല. സോ അത് ബാലൻസ്ഡ് ഔട്ട് ആയി. റയൽ എന്ന ടീം ഇല്ലാണ്ട് PSG എന്നൊരു സ്ട്രോങ് ടീമിനെതിരെ നമുക്ക് ബാലൻസ് ഇല്ലാത്തൊരു ടീം കളിക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. എസ്പെഷ്യലി ഹോം ഗെയിം എന്നുള്ള അഡ്വാൻറ്റേജ് പോയി കിട്ടി. കാരണം ഹോം ഗെയിം ആണെങ്കിലും സ്ട്രോങ് ടീം ഇല്ലാണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് തോറ്റ് കഴിഞ്ഞാലോ സെക്കൻഡ് ലെഗ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് എന്നൊരു ഫാക്ടർ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും ആർക്കാണെങ്കിലും. അപ്പം അങ്ങനത്തെ ഒരു കേസ് വരുമ്പം ഇറ്റ് ഈസ് ഹാർഡ്, മൊത്തത്തിൽ ഹാർഡാണ്. പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഇസ് നോട്ട് സംതിങ് ലീഗ് പോലെ അല്ലല്ലോ. ഇറ്റ്സ് ലൈക്ക് ടേക്ക് ഗെയിം അറ്റ് എ ടൈം. എവറി ലോസ് ആൻഡ് എവറി ഡ്രോ കൗണ്ട്സ്. അതാണ്. മറ്റേ പ്രീമിയർ ലീഗ് ഒക്കെ ആണെങ്കിലും ഇഫ് യു ഹാവ് ലോട്ട് ഓഫ് പോയിന്റ്സ്, ഡ്രോ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൾറെഡി ഔട്ടായ സിറ്റുവേഷൻ ആണെങ്കിൽ ഇറ്റ് ഡസന്റ് മാറ്റർ എന്നൊരു സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എവറി ഗെയിം മാറ്റേഴ്സ്. ഈ ഫസ്റ്റ് ലെഗ് വിൽ മാറ്റർ ഇൻ സെക്കൻഡ് ലെഗ് ആസ് വെൽ. കംബാക്ക് ആണെങ്കിലും നമുക്ക് ലീഡ് ഉണ്ടെങ്കിലും സെക്കൻഡ് ലെഗിൽ അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ലൈക്ക് സ്റ്റേക്സ് ആർ ഹൈ. രണ്ട് ഗെയിമും വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് മോർ ഓവർ എന്താ പറയാ 180 മിനിറ്റ്സ് ഗെയിമാണ് റാദർ ദാൻ 90 മിനിറ്റ്സ് ഗെയിം. നമുക്ക് ഈ ഒരു ലെഗില് 90 മിനിറ്റ്സ് മാത്രം എക്സ്പെക്ട് ചെയ്ത് പോകാനും പറ്റില്ല. എന്നാൽ അത് എക്സ്പെക്ട് ചെയ്യും വേണം. രണ്ട് ഹാഫ് ആണ്, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ്. ഒരു ഗെയിമിൽ പറയുന്ന പോലെ രണ്ട് ഗെയിമിന്റെ ഒരു ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് ഹാഫ് ഇപ്പൊ പറഞ്ഞാൽ ഫസ്റ്റ് ലെഗ് എന്ന് പറയുന്നത് നമുക്ക് ജയിക്കണം എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചും. കാരണം സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോഴത്തേക്കും PSG ഹോമാണ്, PSG അവേ ആണ് വരുന്നത്. അപ്പം അത് ഒരു വളരെ ടഫ് ഫിക്സർ ആയിരിക്കും. നമുക്കറിയാം അവരുടെ അത്യാവശ്യം നല്ലൊരു ഹോസ്റ്റൈൽ എൻവയോൺമെന്റ് തന്നെയാണ് PSG അവേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഈസി ഗോയിങ് ടു വിൻ ദർ. സോ നമുക്ക് എത്രയും ഇപ്പൊ റയലിനോട് ചെയ്ത പോലെ അവരെ ബ്ലിറ്റ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ആ ഒരു 2-0 3-0 സ്കോർ ലൈൻ ഹോപ്പ്ഫുള്ളി കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. കാരണം ഇൻ കേസ് നമ്മളൊരു ഡ്രോ ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ടഫ്, ട്രിക്കി ആവും. പിന്നെ സെക്കൻഡ് ലെഗ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അറ്റാക്കേഴ്സ് അത്ര നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഏത് സ്കോർ ലൈനിലും ഓൺ എ ഡേ നമ്മുടെ ടീം വേറെ ലെവൽ കളിയാണ്. നമ്മൾ റയലിലൂടെ തന്നെ നമ്മൾ കണ്ട നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യാതെ അവർ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്ത്. പക്ഷെ ഒരു പ്രഷർ സിറ്റുവേഷൻ, ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ, എസ്പെഷ്യലി ഇൻ സെക്കൻഡ് ലെഗ് ഫിക്സ്ചർ, ഇൻ കേസ് നമ്മൾ 0-0 ആയിട്ടാണ് ഫസ്റ്റ് ലെഗിൽ നിന്ന് സെക്കൻഡ് ലെഗിലേക്ക് പോകുന്നെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മുടെ ടീം എങ്ങനെ പ്രഷർ കോപ്പ് ചെയ്യും, പ്രഷർ എങ്ങനെ? അല്ല, ഇവിടെ അതാണ് പ്രശ്നം. ഫസ്റ്റ് ലെഗിൽ 0-0 ആണെങ്കിൽ പ്രഷർ ഈസ് മോർ ഓൺ ആർസണലാണ് പ്രഷർ. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കളിച്ചിട്ടില്ല സെക്കൻഡ് ലെഗിൽ. പിന്നെ 0-0 ആർക്കും എവിടെ എന്തും ആവാം. സോ നമുക്ക് കൂടുതൽ ഡിഫെൻസീവ് ആവാൻ പറ്റില്ല. അവർ അറ്റാക്ക് ചെയ്താലും ദേ വിൽ ഹാവ് കോൺഫിഡൻസ്. ഒരെണ്ണം അടിച്ചാൽ മതി ജയിക്കാം എന്ന് അവർക്കും ഉണ്ടാവും. നമ്മൾ എങ്ങനെയും ഒരെണ്ണം അടിച്ചാൽ മതി നമുക്കും ജയിക്കാം എന്നൊരു കോൺഫിഡൻസ്. ലെറ്റ്സ് സേ ഇപ്പൊ 2-0 ആണ് ഫസ്റ്റ് ലെഗിൽ തീർന്നത് എന്തെങ്കിൽ, ഫ്രം ദ മൊമെന്റ് ആ 2-0 എന്ന സാധനം കവർ ചെയ്യണം എന്നൊരു പ്രഷറിലായിരിക്കും PSG കളിക്കുന്നത്. ഈവൻ ദോ അവരുടെ ഹോമിലാണെങ്കിലും അവർക്ക് എല്ലാ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ആ 2-0 അത് 2-2 ആക്കണം ആദ്യം എന്നൊരു ടാർഗറ്റിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ആ ഒരു പ്രഷർ ഓൾറെഡി അവർക്കുണ്ട്. അങ്ങനെ ദാറ്റ് ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്. ഈവൻ ദോ 1-0 ആണെങ്കിലും 2-0 ആണെങ്കിലും ആ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യണം. അതുവരെ അവർക്ക് ടെൻഷനാണ്. സോ അവർ എക്സ്ട്രാ പ്രഷർ ഇടും, നമുക്ക് ഓപ്പണിങ്സ് കിട്ടും. അതില്ല ഇപ്പൊ 0-0 ആണെങ്കിൽ. അതാണ് മേജർ ഈ കാര്യത്തിൽ വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് മേജർലി ആർസണൽ സ്റ്റേഡിയംസും ആർസണലിന്റെ ആ ഒരു സ്റ്റേഡിയത്തിന്റെ വലിയ ഈ ഹോസ്റ്റൈൽ ക്രൗഡ് എന്നൊക്കെ പറയില്ലേ, അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസിനൊക്കെ അവേ ഫാൻസിനൊക്കെ ഇരിക്കുന്ന പറഞ്ഞാൽ ഫാർ അവേ ഫ്രം ദ ഗ്രൗണ്ട്. അവരുടെ നോയ്സ് ഗ്രൗണ്ടിൽ എത്തുന്ന പാടാം. എസ്പെഷ്യലി എമിറേറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ക്ലോസ്. അപ്പം അവരുടെ നോയ്സ് എലാബറേറ്റ് ആയിട്ട് ഒരു ഹാഫ് അവരുടെ പ്ലേയേഴ്സിന് കിട്ടും. എന്തൊക്കെ ഡിഫെൻഡ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും അവരുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യാം. അത് ഭയങ്കര ഡിഫറൻസ് ആണ്. ആ ചെറിയ ആൾക്കാർ 2000 പീപ്പിൾ ആണെങ്കിൽ പോലും 1000 ആൾക്കാരാണെങ്കിൽ പോലും ആ ഒരു പ്രഷർ ഇടുമ്പോൾ ഇൻഡയറക്ട്ലി ആർസണൽ പ്ലേയേഴ്സിനുണ്ട്. അതൊരു നെഗറ്റീവ്. പലപ്പോഴും നമ്മൾ ഈ പ്രീമിയർ ലീഗിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല
അവേ സൈഡൊക്കെ വന്ന് ബോൺമത്തൊക്കെ വന്നിട്ട് അത്രയും അവേ ഗ്രൗണ്ടിൽ നല്ലൊരു നോയ്സ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിച്ച് ഇസ് ആ ഒരു ഗ്രൗണ്ട് നമ്മൾ ഒരു എപ്പോഴും വേറെ ഏതൊരു സ്റ്റേഡിയം നോക്കിയാൽ പോലും അവേ ഫാൻസ് എപ്പോഴും ഒരു അറ്റത്തായിട്ടായിരിക്കും ഇപ്പോഴേ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് നോക്കിക്കഴിഞ്ഞാൽ വി ആർ ബിക്കമിങ് ഒരു ഹോസ്റ്റൈൽ ക്രൗഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലല്ല, ആർസണൽ സ്റ്റാൻഡേർഡിനെക്കാട്ടും കൂടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടുവന്ന ഒരു ആർസണൽ ഫാൻസ് അല്ലെങ്കിൽ ആർസണലിന്റെ ഒരു സ്റ്റേഡിയത്തിന്റെ ലെവലിൽ നിന്ന് ഒരുപാട് റേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം ഇപ്പോഴും നമ്മുടെ ടിക്കറ്റിംഗ് സിസ്റ്റവും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം അതുകൊണ്ടാണ് പല എന്താ പറയാ നോയിസ് മേക്കിംഗ് ഫാൻസിനും വന്ന് അവിടെ വരാൻ പറ്റുന്നില്ല. ഈ റാൻഡം ആയിട്ട് പോകുന്നുണ്ട്. വളരെ ശാന്തമായിട്ടിരിക്കുന്നു പ്രീമിയർ ലീഗ് ഗെയിംസ് എസ്പെഷ്യലി. അതിന്റെ ഒരു പ്രശ്നം ഞാൻ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല പിന്നെ ട്രോൾ ബേസിസ് ഇത് പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു സീസണിൽ ഒന്ന് ജസ്റ്റ് പുറത്തു പോയപ്പോഴത്തേക്കും തന്നെ സ്റ്റേഡിയം എം ടി ആവുന്ന സീൻ ആർസണൽ ഇതുവരായിട്ടും വന്നിട്ടില്ല. മാൻ സിറ്റിയുടെ സ്റ്റേഡിയം കണ്ടില്ല, ഇപ്പൊ അവരുടെ ടീമൊന്നും ഇല്ല, ആൾക്കാരില്ല. അതേ സമയത്ത് വേറെ പരിപാടിക്ക് വേണ്ടി നമ്മുടെ സ്റ്റേഡിയം കൊടുത്തിട്ട് നോർത്ത് ലണ്ടൻ ആ സൗഹൃദം നമ്മുടെ സ്റ്റേഡിയത്തിൽ എന്തായാലും വേറെ ഇടാറില്ല. അപ്പൊ ആ രീതിയിൽ അതും വിച്ച് ഇസ് ആൻ എംബാരസ്മെന്റ്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ടോട്ടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ക്ലബിനോട് എനിക്ക് കിട്ടാവുന്നതിന്റെ പേര് പറഞ്ഞു. അത് ആര് ചെയ്തത് എനിക്ക് അറിയില്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ട ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ ടോട്ടനം വൈക്കാട്ടിലില് ടോട്ടനം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തില് അവര് ഒരു പരിപാടി അവരുടെ ഇങ്ങനെ സോങ് ഇതുപോലെ പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് നടത്തും. അതിനകത്ത് നോർത്ത് ഏഞ്ചൽ പാട്ട് പ്ലേ ചെയ്തു. ആരോ ഭയങ്കര ഏഞ്ചൽ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ തീം സോങ് പ്ലേ ചെയ്തു. അത് ഭയങ്കര ഒരു ഫണ്ണി സംഭവമായി പോയി. സ്പേഴ്സ് ഫാനായിട്ട് അത്രയെങ്കിലും വലിയൊരു എന്താ പറയാ ഹ്യൂമിലിയേഷൻ പറയാൻ പറ്റൂല. സോ യാ ഇറ്റ്സ് എ ഡിഫറെന്റ് ടോപ്പിക് അഗൈൻ. ഞാൻ നമുക്ക് തിരിച്ച് മാച്ചിലേക്ക് വരുവാണെങ്കിൽ ഇറ്റ്സ് എ ബാറ്റിൽ ബിറ്റ്വീൻ ടു ടാക്ടീഷ്യൻസ് എന്നും കൂടെ പറയേണ്ടി വരും അല്ലെ. നമ്മൾ അതിനകത്ത് പറയുകയാണെങ്കിൽ PSG-യുടെ ലൂയിസ് എൻറിക്കെ ആർട്ടറ്റ, നമുക്കറിയാം ആർട്ടറ്റേനെയും ലൂയിസ് എൻറിക്കേനെ നമ്മൾ കമ്പയർ എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ വി കനോട്ട് കമ്പയർ അങ്ങനെ ആ ഒരു രീതിയിൽ. കാരണം ലൂയിസ് എൻറിക്കെ ഈസ് എ വെരി ഒരു ലെജൻഡ് ആണ്. ചാമ്പ്യൻസ് ലീഗും ലാ ലീഗ അങ്ങനെ ഒരുപാട് ട്രോഫീസ് ജയിച്ച, ഓൾറെഡി ഫ്രഞ്ച് ലീഗ് ജയിച്ചു വന്നിരിക്കുകയാണ് എന്നൊരു മാനേജറാണ് ലൂയിസ് എൻറിക്കെ. ആർട്ടറ്റ ഈസ് ട്രൈങ് ടു ബി വൺ ഓഫ് ദോസ്. അതെ, നമുക്ക് we can see that he can become a good one, but can he do it at Arsenal എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അപ്പൊ ആ ഒരു കമ്പാരിസണിൽ എന്താണ് ബ്രോയ്ക്ക് തോന്നുന്നത്? ആർട്ടറ്റ, ലൂയിസ് എൻറിക്കെ ടാക്ടിക്കലി ഓൾസോ മെന്റലി പ്യുവർ ഗെയിം ബേസ് ആർസണൽ വേഴ്സസ് PSG വെച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ആക്കിയിട്ട് മൊത്തം എവറി ലെവൽ പിച്ചിൽ ഇറങ്ങുന്ന പ്ലേയേഴ്സിനെ ടെക്നിക്കലി സ്ട്രോങ് ആക്കിയ ഒരു കോച്ചാണ് ലൂയിസ് എൻറിക്കെ. ടെക്നിക്കൽ ഇൻ സെൻസ് ഫിസിക്കാലിറ്റി കുറവാണ് അതിനകത്ത്, ആ ഫാക്ടർ കുറവാണ്. അതേ സമയത്ത് ആർട്ടറ്റയുടെ കേസ് വന്നു കഴിഞ്ഞാൽ ടെക്നിക്കലി സൗണ്ട് ആക്കിയതും പ്ലസ് മേജർ പ്ലേയേഴ്സിനെ ഫിസിക്കാലിറ്റി വെച്ച് ഡെവലപ്പ് ചെയ്ത ഒരു പ്ലെയറാണ്, പ്ലേയേഴ്സിൽ ഇതാക്കിയതാണ് ആർട്ടറ്റ. ഡിഫറൻസ്. ബട്ട് ടെക്നിക്കാലിറ്റിയിൽ എക്സ്ട്രീം ലെവൽ എത്തിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് എക്സ്ട്രീം ലെവൽ എത്തിച്ചിട്ടുണ്ട് ഇൻ ഹിസ് സ്റ്റാൻഡേർഡ്സ്. ആർട്ടറ്റ ആ ലെവലിൽ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് എത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നമുക്ക് അത്രയും പ്ലേയേഴ്സ് ആയിട്ടില്ല, ചില പൊസിഷൻസ് മിസ്സിംഗ് ആണ്. കമ്പയർഡ് ടു അവരുടെ ടീം നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മിസ്സിംഗ് ആണ്. അതാണ് ലെവൽ ഓഫ് ഡിഫറൻസ്. പിന്നെ കോച്ചിങ് എക്സ്പീരിയൻസ് ഡിഫറൻസ് രണ്ടുപേർക്ക് നല്ല രീതിക്കുണ്ട്. പിന്നെ സ്പാനിഷ് കോച്ചസ് ആണ് രണ്ടും, ബാർസലോണ പ്രൊഡക്ട്സ്. അത് ഭയങ്കര ഒരു എന്താ പറയാ പുതുമ, എന്താ പറയാ ഒരു ലാമാസ്. എനിക്ക് ലൂയിസ് എൻറിക്കെ ലാമാസിയാണെന്നാണ് എന്റെ വിശ്വാസം. ഇവരൊക്കെ ബാഴ്സലോണയിൽ നിന്നും വന്ന കോച്ചസ് ആയതുകൊണ്ട് ഇവര് ഫുട്ബോൾ കാണുന്ന രീതിയൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു സീ. ഓൾദോ നമ്മൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം PSG ഫേസ് ചെയ്ത് നമ്മൾ തോൽപ്പിച്ചു എന്ന് പറയുമെങ്കിലും ഇപ്പോ PSG-യെ സംബന്ധിച്ച് അവർക്കൊരു പുതിയൊരു അഡീഷൻ എന്ന് പറയുന്നത് ക്വാരറ്റ്സ്കെലിയ എന്ന് പറയുന്നത്. അവർ ഡേഞ്ചർ മാൻ എന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു. ഡെംബലെ ഉണ്ട്, അവർക്ക് ഡ്യുവോ ഒക്കെ ഉണ്ട്. ബട്ട് ഐ തിങ്ക് ആ ഒരു ബാക്കി ഒരു ടീമിനും ഇല്ലാത്തൊരു ഫ്ലെയർ ഉള്ള ഒരു പ്ലെയർ ആണ് ക്വാരറ്റ്സ്കെലിയ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ക്വാരറ്റ്സ്കെലിയ ഭയങ്കര ബോൾ കൺട്രോൾ ഉള്ള ഒരു പ്ലെയർ ആണ്. അതേപോലെ നല്ലോണം ഡ്രിബിൾ ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്യാൻ. ജഡ്ജ്മെന്റ് ഓഫ് ദ ഗെയിം ആണ് പുള്ളിയുടെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ്
എവിടെ എപ്പോ ഗോൾ എത്തുന്നു പുള്ളി പ്രീ പ്ലാൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് തോന്നിപ്പോകും. പക്ഷെ ഇൻസ്റ്റന്റേനിയസ് പാസസ് ചില നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത് വരുന്നുണ്ട്. അതാണ് നമുക്കില്ലാത്ത ഒരു സംഭവമാണ്. നമുക്ക് നമ്മുടെ സ്റ്റൈൽ ഗെയിം ഓഫ് പ്ലേയിൽ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയാത്തൊരു സംഭവമാണ് ക്വാരസ്കേലിയിലുള്ളത്. അപ്പം ഈ ഉഗ്രം ബാറ്റിലായിരിക്കും. ടിംബർ ആണ് റൈറ്റ് ബാക്ക് കളിക്കുന്നതെങ്കിൽ ഒരു ഉഗ്രം ബാറ്റിൽ നമുക്ക് കാണാൻ പറ്റും ക്വാരസ്കേലിയ. ഓൾസോ അപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ സാക്ക ന്യൂനോ മെൻഡസിന്റെ ഒരു ഫൈറ്റ് ഉണ്ട്, which is going to be exceptionally good as well. പിന്നെ റൈസിന്റെയും റൈസ് മിഡ്ഫീൽഡ്, ആ മിഡ്ഫീൽഡും നമ്മുടെ മിഡ്ഫീൽഡും കമ്പയർ ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് തിങ്ക് ദാറ്റ് ഫിസിക്കലി നമുക്ക് അവരെ ഔട്ട് പ്ലേ ചെയ്യാൻ പറ്റും. ബട്ട് അഗൈൻ അത് പറയുമ്പോഴും അവർ ടെക്നിക്കലി ദേ ആർ ഗുഡ്. ടെക്നിക്കലി അവർക്ക് നമ്മളെ പാസ് ചെയ്ത് മൂവ് അറൗണ്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ആൻഡ് ദേ ക്യാൻ സ്റ്റാർട്ട് ഇനിഷ്യേറ്റ് ആൻഡ് അറ്റാക്ക് വെരി ഫാസ്റ്റ്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ടു അവരുടെ ലിവർപൂൾ ആസ്റ്റൺ വില്ല ഗെയിം നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കലി സംബന്ധിച്ചുള്ള അവർ ഫാസ്റ്റ് ആയിട്ട് കളിക്കാൻ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം അവർ ഫിസിക്കലി അല്ലെങ്കിൽ അവര് തിരിച്ച് കൗണ്ടർ പ്രതീക്ഷയാണ് രണ്ട് ടീമുകൾ. നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഗെയിം സ്ലോ ആക്കുക. അവര് അവിടെയാണ് ആക്ച്വലി ആർസണലിന്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ഇരിക്കുന്നത് ഞാൻ പറയും. ഗെയിം സ്ലോ ആക്കാൻ പറ്റും. അവരുടെ മൊമെന്റത്തിനെ കംപ്ലീറ്റ്ലി സ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു ടാക്ടിക്സ് നമുക്കുണ്ട്. ഇതിൽ ഇത്രയും വരുമ്പോഴും ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഗെയിം സ്ലോ ആക്കാൻ വേണ്ടി യെല്ലോ കാർഡ് വാങ്ങാതിരിക്കുക. അത്യാവശ്യമാണ്. ഒരു സെക്കൻഡ് ലെഗിന്റെ സെക്കൻഡ് ഹാഫിൽ വാങ്ങുന്ന പോലെ അല്ല ഫസ്റ്റ് ലെഗിന്റെ ഫസ്റ്റ് ആണ് കാണിക്കുന്നത്. ഐ ഡോണ്ട് നോ, സംടൈംസ് എനിക്കിത് മനസ്സിലാവത്തില്ല. നമ്മൾ ആ ടാക്ടിക്സ് ഒക്കെ മാറ്റേണ്ട സമയമായി. അത് ഐ നോ ഡാർക്ക് ആർട്സ് എല്ലാം വേണം, പക്ഷെ അത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആ ഒരു ഇതും കൂടെ പ്ലേയേഴ്സ് കുറച്ചുകൂടെ ചിന്തിച്ച് വേണം, മെച്ചൂരിറ്റിയിൽ ചെയ്യണം. ഇതിനകത്ത് പിന്നെ എടുത്തു പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. വേർസ്റ്റ് കേസ് സിനാരിയോ ദിസ് മൈറ്റ് ഗോ ഫോർ പെനൽറ്റീസ്. അപ്പം അത് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് രണ്ടും വേറെ ലെവൽ ഡിഫറൻസ് ആണ്. റായ ഹാസ് നോട്ട് പ്രൂവ്ഡ് അറ്റ് ഓൾ. ഡോണറുമ ഇറ്റലിക്ക് വേണ്ടി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ആർസണൽ പ്ലേയേഴ്സിന് ആ ഒരു കോൺഫിഡൻസ് ആ സമയത്ത് ഹെഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നതും സംശയമാണ്. അവർക്ക് ചെയ്യാൻ പറ്റും, അവർ കേപ്പബിൾ ആണ്. പക്ഷേ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. കാരണം എസ്പെഷ്യലി ഡൊണറുമ പോലെ ഒരു ഹ്യൂജ് കീപ്പർ ആണ് വന്നിട്ട് ഗോൾ പോസ്റ്റിന് മുമ്പ്. അപ്പൊ അവർക്ക് അത്രയും മെന്റലി അവർ എനിക്ക് അറിഞ്ഞു കേട്ടോ. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഡസന്റ് ഗോ ടു പെനൽറ്റീസ് എന്ന് വിചാരിക്കുക. ആൻഡ് ഇൻഡിവിജ്വൽ ബാറ്റിൽസ് ആണ് ഗെയിമിൽ കൂടുതലും വരാൻ പോകുന്നത്. ഇൻഡിവിജ്വൽ 1-to-1 ബാറ്റിൽസ് നമ്മൾ സാക്ക മെൻഡസ്, മാർട്ടിനെല്ലിയുടെ സൈഡ്, ക്വാരസ്കേലിയയുടെ ഇതുണ്ട്, ടിംബർ ക്വാരസ്കേലിയ, പിന്നെ അങ്ങനെ മിഡ്ഫീൽഡിൽ റൈസിന് വേണ്ടി വരുന്നതും. പിന്നെ ഡിഫൻഡേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് എക്സ്പീരിയൻസ് ബട്ട് ദേ ലീഗ് ഗോൾസ്. നമുക്ക് എക്സ്പീരിയൻസ് കുറവ്. സലിബ ഹെഡ് ഇതാക്കല്ലേ. ഐ ഡോണ്ട് മൈൻഡ് സലീബ രണ്ട് കളി ഒരുപാട് ഞാൻ കേൾക്കുന്നു. ഒരുപാട് പേര് സലീബനെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യില്ല. It's fine. പുള്ളി കുറച്ച് ഓഫ് ആയിരുന്നുള്ളൂ. ആ രണ്ട് ഗെയിം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ആണ്. എക്സാക്ട്ലി. Although it's a mistake, അത് കോൾ ഔട്ട് ചെയ്യണം. പക്ഷെ the game didn't matter anyway. ക്രിസ്റ്റൽ പാലസിന്റെ it didn't matter. പിന്നെ ഏറ്റവും കൂടുതൽ കോൾ ഔട്ട് ചെയ്യാനുള്ള ഒരാളാണ് ഓഡെഗാർഡ്. ഓഡെഗാർഡ് should be his in best. അത് വരുന്നുണ്ട്. ഞാൻ ഓഡെഗാർഡ് ആണെങ്കിലും മീൻസ് ഓഡെഗാർഡിന്റെ ഗെയിംസ് ആണ് നമ്മൾ ഇപ്സ്വിച്ച് ടൗൺ ആയിട്ട് കളിച്ചതും ക്രിസ്റ്റൽ പാലസ് ആയിട്ട് കളിച്ചപ്പോഴും. ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ഒരു പ്ലെയർ പോലും ഫുൾ എഫേർട്ടിൽ കളിച്ച് ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അപ്പം ആ കളിയിൽ പോലും ഓഡെഗാർഡ് വാസ് ഇൻ ഹിസ് ഫോം, ഫോമിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു, വിച്ച് ഇസ് പോസിറ്റീവ്. ഇപ്സ്വിച്ച് ടൗൺ ആയിട്ടും പോസിറ്റീവ് ആയിരുന്നു, നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായി. മീൻസ് ഫോമിലോട്ട് വരുന്നതായിരുന്നു, ഡൗൺ ആയിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അതേ കോൺസ്റ്റന്റ് അല്ലായിരുന്നു, കയറി വരുന്നു. ദിസ് ഷുഡ് ബി ഹിസ് എക്സ്ട്രീം ഹൈ പോയിന്റ് എന്ന് എത്തുന്ന രീതിയിലുള്ള ഗെയിം ആയിരിക്കണം. ഫുള്ളി കോൺസെൻട്രേറ്റ്, ഇമോഷണലി അറ്റാച്ച്ഡ് ആവാണ്ട് ഗെയിം കോൺസെൻട്രേറ്റ് ചെയ്യുക, മൊമെന്റ് മിസ് ചെയ്യാണ്ട് പാസ് ചെയ്യുക. എക്സ്ട്രാ ഒരു മൊമെന്റ് എടുത്തിട്ട് ഡിലേ ചെയ്ത് ഓവർ 100% ആക്കാൻ നോക്കാണ്ടിരിക്കുക. അതെന്താ പറയാ, എനിക്ക് ചില സമയത്ത് തോന്നി ഓഡെഗാർഡ് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണോ അതെന്ന് എനിക്ക് ചില സമയത്ത് തോന്നുന്നുണ്ട്. കാരണം മേ ബി വാട്ട് ഇസ് ഇറ്റ് ഇസ് എൻ ഇൻസ്ട്രക്ഷൻ, ലൈക്ക് ഗെയിം ഒന്ന് സ്ലോ ചെയ്ത് നമ്മുടെ ഒന്ന് ഗെയിം കൺട്രോൾ ചെയ്യും എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ പറയുന്നതുകൊണ്ടാണ്. കാരണം ഞാൻ പലപ്പോഴും കണ്ടു റയൽ മാഡ്രിഡിനായിട്ടുള്ള സെക്കൻഡ് ലെഗിൽ 2-3 പ്രാവശ്യം സാക്കയ്ക്ക് ഒരു ബോൾ കൊടുക്കാനുള്ള ഈസി ചാൻസ്, മാർട്ടിനെല്ലിക്ക് ത്രൂ പോകാനുള്ള ചാൻസ്, പക്ഷെ ഓഡെഗാർഡ് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അത് ഇപ്സ്വിച്ച് ടൗൺ ആയിട്ട് ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കുറെ അങ്ങനത്തെ ഇനിഷ്യേറ്റ് ചെയ്ത്. മേ ബി സക്സസ്ഫുൾ ആയില്ലായിരിക്കും, പക്ഷെ ചിലതൊക്കെ ഓവർ
കൂടുതൽ പവർ ഉള്ള ബോൾ അയക്കണം, മീൻസ് കറക്റ്റ് പ്രിസിഷൻ ഇല്ലായിരുന്നു, ബട്ട് യു വാസ് ട്രൈങ്, ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ സീസൺ ഒഡേഗാർഡിനെ ഞാൻ അധികം ഗെയിമിൽ ഞാൻ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ ഓവറോൾ ഞാൻ പറയുമ്പോൾ ഇഞ്ചറി കഴിഞ്ഞ് വന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് ഈ ഒരു സീസൺ ആണ് ഞാൻ ഇത്രയും ഡ്രോപ്പ് ഓഫ് കാണുന്നത് കമ്പയർ ടു ഹിസ് സ്റ്റാൻഡേർഡ്സ്. ഞാൻ കമ്പയർ ചെയ്യുന്ന അവന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിൽ വെച്ച് നോക്കുമ്പോൾ അവനൊരു ഡ്രോപ്പ് ഓഫ് വന്നിട്ടുണ്ട്. ബട്ട് ഐ എം പ്രിറ്റി മച്ച് ഷുവർ that he will come back next season. നമുക്ക് കാണാൻ പറ്റുന്നു ഫിസിക്കാലിറ്റിയിലൊക്കെ ഒഡേഗാർഡിന് കുറെ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് സീസൺ ആ ഒരു പ്രീ സീസൺ ഒക്കെ സെറ്റ് ആയി. പ്രിറ്റി ഷുവർ ഇനീഷ്യലി നമ്മളൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, സാക്കയ്ക്ക് ഒഡേഗാർഡ് കാരണം സാക്കയുടെ പെർഫോമൻസ് ഡൗൺ ആവുന്നു പറയുന്നു. പിന്നെ അതിന് സാക്ക മാത്രമുള്ളപ്പോ സാക്ക കാരണം ഒഡേഗാർഡ് ഇല്ലാത്തതുകൊണ്ട് സാക്ക പെർഫോമൻസ് ആ ഒരു ടോപ്പിക്. പക്ഷെ ഇപ്പം ക്ലിയർലി വിസിബിൾ ആണ്, ഇഫ് ഒഡേഗാർഡ് ആൻഡ് സാക്ക ഇസ് ദേർ വേറെ ലെവല്, രണ്ടുപേരും ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഫാൻസ് വി ഷുഡ് ഓൾസോ അപ്രീഷിയേറ്റ് ലൈക് സാക്ക ഇസ് ദേർ. സാക്ക ഒരു അടിപൊളി പ്ലെയർ തന്നെയാണ്. ഒഡേഗാർഡിനും ബാലൻസ് ചെയ്യുന്നുണ്ട്, സാക്കയ്ക്ക് ഒഡേഗാർഡ് ബാലൻസ് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഈക്വൽ. ടീമിന്റെ അറ്റാക്ക് മൊത്തം എനിക്ക് തോന്നിയിട്ടുണ്ട് ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും കയ്യിലാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കീ ആയത്. ഈ സീസൺ ഇവരുടെ രണ്ടുപേരും ഇഞ്ചറി ആണ് ആക്ച്വലി നമ്മളെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. യെസ്, അപ്പം വേറെ സബ് ചാനൽ. യെസ്, അപ്പൊ നമ്മള് മറ്റൊരു ചെറിയൊരു അനൗൺസ്മെന്റ് കൂടെ ഇന്ന് പറയാം എന്ന് കരുതി. ബേസിക്കലി മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഗൂണേഴ്സ് യൂണിയൻ എന്നുള്ള ഒരു പ്രോഗ്രാം പോഡ്കാസ്റ്റ് പോലെ നമ്മൾ പല ആർസണൽ, ബാംഗ്ലൂർ, ഡൽഹി അങ്ങനത്തെ കുറച്ച് റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെ നമ്മള് വീഡിയോസ് ചെയ്യാറുണ്ട്. മെയിൻ ഇഷ്യൂ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇംഗ്ലീഷ് ആണ് അതിനകത്തൊരു കോൺവെർസേഷൻ. കോമൺ ഗ്രൗണ്ടിൽ നിൽക്കണമെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊക്കെ വൈനോട് നമ്മളൊരു സബ് ചാനലായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മറ്റൊന്നുമല്ല, അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു പുതിയൊരു പേര് നമുക്ക് പതുക്കെ അപ്പൊ അതിന്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ അതിന്റെ വർക്ക്സും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഇത് വരുമ്പോൾ ഞങ്ങളത് അനൗൺസ് ചെയ്യും. ആൻഡ് ഓൾസോ ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ആ കോണ്ടന്റ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം വട ലണ്ടൻ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ആർസണലിന്റെ മറ്റു കുറച്ച് നല്ല അടിപൊളി സ്പീക്കേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ യാ, ഡെഫിനറ്റ്ലി ഡു ചെക്ക് ദാറ്റ് ഔട്ട്. ഇപ്പം ഞങ്ങൾ എന്തായാലും അനൗൺസ്മെന്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഈ ചാനലിൽ മലയാളം കോണ്ടന്റ്സ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം ഇതൊരു മലയാളം ചാനല്, അതിന്റെ സബ് ചാനലായിട്ട് നമ്മുടെ ഇതിന്റെ തന്നെ ചാനലിന്റെ സബ് ചാനലായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് പ്യൂർലി ഇംഗ്ലീഷ്. ഈ ചാനലിൽ ഇംഗ്ലീഷ് കണ്ടന്റ്സ് വരില്ല, ഫുള്ളി മലയാളം ആയിരിക്കും. ആ സബ് ചാനലിൽ ഫുൾ ഇംഗ്ലീഷ് കണ്ടന്റ്സ് ആയിരിക്കും, അതിൽ മലയാളം വരില്ല. സോ ബാലൻസിങ് ഔട്ട്, മലയാളത്തിൽ മാത്രം കാണുന്നവർക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാം, ഇംഗ്ലീഷും ഫോക്കസ് ചെയ്ത് അതിലും കാണാം. രണ്ടുപേർക്കും രണ്ട് ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. വി വിൽ ലെറ്റ് യു നോ, അനൗൺസ് ചെയ്യാം നമുക്ക് ചാനൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്കിനിയും മറ്റൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഹോപ്പ്ഫുള്ളി ട്യൂസ്ഡേ ആണ് ഫസ്റ്റ് ലെഗ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പം യെസ്, ബാക്ക് ടു ദ വെർച്വൽ വേൾഡിലേക്കായിരിക്കും നമ്മൾ വീണ്ടും പോകുന്നത്. സോ യാ, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. അപ്പം കം ഓൺ, യു ഗോണസ്